ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ചില പ്രത്യേക കാര്യങ്ങളാണല്ലോ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത് ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. ഒരു പ്രായത്തിൽ നമ്മൾ സ്വന്തം ശരീരത്തെ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. വിവാഹിതയാകാൻ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് സൗന്ദര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ രൂപത്തെ സംബന്ധിച്ചും വലിപ്പത്തെ സംബന്ധിച്ചും കൂടുതലായിട്ട് കോൺഷ്യസ് ആകുന്നൊരു സമയമാണ്. അത്യാവശ്യം വലിപ്പമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല ആത്മവിശ്വാസം ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ ബോൺ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ മാറിടത്തിന് വലിപ്പം കുറവുള്ളവരും ഉണ്ട്. ഇങ്ങനെയുള്ള ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസ കുറവ് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ പുരുഷ പങ്കാളിക്ക് താല്പര്യക്കുറവ് തോന്നിക്കുമോ എന്നൊരാശങ്കയുണ്ട്. പങ്കാളി ഇതേക്കുറിച്ച് എന്ത് വിചാരിക്കും, എനിക്ക് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്ത ഇവർക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രൂപത്തിന് മാറ്റം വരും. ആദ്യമായിട്ട് വേണ്ടത് ഇതേക്കുറിച്ചുള്ളൊരു ടെൻഷൻ മാറ്റിയെടുക്കണം. കാരണം എല്ലാവരും യുണീക്കാണ്, ഓരോരുത്തർക്കും ഓരോ രൂപമാണ്, ഓരോ സൈസാണ്. എന്നിരുന്നാലും നമ്മുടേതായ രീതിയിൽ നമുക്ക് ബെറ്ററാക്കാൻ നോക്കണമല്ലോ. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് ഗ്രോത്ത് വരുന്നത് എന്ന് കരുതി എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി ആഹാര കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലടങ്ങിയ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതുപോലെ എല്ലാ ദിവസവും വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യണം. 2 കൈകളിലും എണ്ണ പുരട്ടി സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊരു കസേരയിൽ റിലാക്സ് ചെയ്തിരുന്ന് നന്നായിട്ട് ഇൻഹെയിലും എക്സെയിലും ചെയ്യണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മുന്നോട്ട് ഇച്ചിരി കുനിഞ്ഞിരുന്ന് വേണം ഈ മസാജ് ചെയ്യാൻ എന്ന് കരുതി ഒത്തിരി അങ്ങ് കുനിയണ്ട. അതിനുശേഷം 2 സൈഡിൽ നിന്ന് വേണം തുടങ്ങി വരാൻ. എന്നുവെച്ചാൽ സൈഡിൽ നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് വന്ന് മുകളിലേക്കുള്ള രീതി ചെയ്യണം. ഈ സമയം നമ്മൾ ചെസ്റ്റ് ഭാഗം ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇത് ഒരു സമയത്ത് നമുക്ക് 10 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 എക്സർസൈസും കൂടെ ചെയ്യണം ചെറിയ രീതിയിൽ. കൈപ്പത്തി നമ്മൾ ഷോൾഡറിലേക്ക് മടക്കി വെച്ചിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം അതേ പൊസിഷനിൽ കൈപ്പത്തി വെച്ചിട്ട് എൽബോ 2 മുന്നോട്ട് മുട്ടിക്കണം. ഈ 2 എക്സർസൈസും ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അവിടുത്തെ ടിഷ്യൂസ് വികസിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകൊണ്ടും പല കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെന്തിനെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ സ്നേഹം വന്നാൽ ഈസ്ട്രജൻ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അതിപ്പോൾ ഒരു വ്യക്തിയാകണമെന്നൊന്നുമില്ല, എന്തിനോടെങ്കിലും ആത്മാർത്ഥമായ ഒരു സ്നേഹം മതി, അല്ലെങ്കിൽ ഒരു താല്പര്യം മതി. അതുപോലെ നമ്മുടെ ഏതൊരു കാര്യമാണെങ്കിലും അത് ഉപയോഗിച്ചെങ്കിലേ മെച്ചപ്പെടുത്തുള്ളൂ. ഇപ്പം നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും അത് ഉപയോഗിച്ചെങ്കിലേ കൂടുതൽ ഷാർപ്പാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ കൈയും കാലും ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന് ശക്തി ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട നാഡീ ഞരമ്പുകൾ നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. എന്ന് കരുതി ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആകർഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മാത്രമല്ല കേട്ടോ, ഇത് ഒരു ഭാഗം മാത്രമാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.